ഇങ്ങോട്ട് നോക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മതി. നമസ്കാരം. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടെ എങ്ങോട്ടാണ് യാത്ര എന്നല്ലേ? നമ്മൾ ചെറിയ ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്, നമ്മുടെ ഓഫീസിലെ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിംഗ് ഇപ്പോൾ ഇന്നല്ല കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഓൺലൈനായിട്ടൊരു പേജിൽ നിന്നായിരുന്നു എടുത്തത്. അപ്പോൾ നമ്മളെല്ലാവരും ഏകദേശം ഒരേപോലത്തെ ഡ്രസ്സാണ് കേട്ടോ എടുത്തത്. അതിനകത്ത് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ചുമ്മാ. ബാക്കി എല്ലാവരും പച്ച ഡ്രസ്സാണ് എടുത്തത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് വിചാരിച്ച് എടുത്തതല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലാരിറ്റിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത്ര ക്ലിയർ ആയിട്ടല്ല. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ടുള്ള ഞങ്ങളുടെ ഫോട്ടോ, സെലിബ്രേഷൻ്റെ ഫോട്ടോ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് വെക്കാമേ. അപ്പോൾ അങ്ങനെ ഇതിന് വേണ്ടിയിട്ടുള്ള ആക്സസറീസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. നമ്മൾ ബ്രോഡ്വേയിലാണ് പോയത്. ഈ ഷോപ്പിങ്ങിൽ നമ്മുടെ നേതാവായിട്ട് നിന്നത് ബൈനു ആണ്. കാരണം അവൾക്ക് അത്യാവശ്യം ബ്രോഡ്വേയിലെ കടകളൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ അവൾ പറഞ്ഞൊരു കടയിലാണ് നമ്മൾ കയറിയത്. പക്ഷേ അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ഡ്രസ്സിൻ്റെ കളറ് റെഡ് ആയതുകൊണ്ട് ഞാൻ വൈറ്റ് കളറ് കമ്മലെടുക്കാം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് വൈറ്റ് കളറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബാക്കി എല്ലാവരുടെയും ഗ്രീൻ കളറാണ്. അപ്പോൾ അതുകൊണ്ട് അവർ റെഡ് കളർ കമ്മലാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അവരത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കടയിൽ നിന്ന് കമ്മലുമൊക്കെ വാങ്ങി ഞാൻ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ക്രിസ്മസ് ട്രീ. അപ്പോൾ ഞാൻ അതിൻ്റെ വിഷലൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഇതുങ്ങൾ അടുത്ത കടയിൽ കയറുന്നു. അതായത് ഞാൻ പറഞ്ഞില്ലേ ബൈനു നേതാവുന്നതേ അവളെ ഫ്രണ്ടിൽ പോകുന്നത്. എന്നിട്ട് വാലെ ബാക്കി എല്ലാവരും കൂടെ കയറി. അപ്പോൾ ഞാനും ഇവരുടെ പുറകെ ഞാനും കയറി. അവിടെ നിന്ന് 1-2 നമ്മൾ ഡെയിലി യൂസിന് പറ്റുന്ന 1-2 കമ്മലൊക്കെ വാങ്ങി. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടിയാല വാങ്ങിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ നമ്മൾ പോയ ആ ഒരു സ്ഥലം, ആ ഒരു ഏരിയയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഹോൾസെയിൽ ഷോപ്പായിരുന്നു. അപ്പോൾ അവരവിടുന്ന് നമുക്ക് പട്ടിയാല തരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഷോപ്പ് കയറി കേട്ടോ. പിന്നെ ചില ഷോപ്പിലൊന്നും പട്ടിയാലയില്ല. നമ്മൾ ഉദ്ദേശിച്ച കോട്ടൺ പട്ടിയാല, പക്ഷേ വേറെ ടൈപ്പ് പട്ടിയാലയൊക്കെ അവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ നമുക്കത് വേണ്ട. എന്നാലും നമ്മൾ കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ കുറച്ചും കൂടെ ഒക്കെ ഷോപ്പിലൊക്കെ കയറി ഇങ്ങനെ നടന്നു. പിന്നെ കാഴ്ചകളൊക്കെ കാണാമല്ലോ. അപ്പോൾ അങ്ങനെ വെറുതെ നടന്നു. അപ്പോൾ നമ്മൾ കുറേ നടന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ നന്നായിട്ട് ക്ഷീണിച്ചു. കാരണം കുറേ നേരമായി ഇങ്ങനെ കറങ്ങി നടക്കാൻ തുടങ്ങിയിട്ടേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എങ്കിൽ ഒരു ചായ കുടിച്ചാലോ എന്നുള്ളൊരു ചിന്തയിൽ പിന്നെ അതിന് ഹോട്ടൽ തപ്പിയായിരുന്നു പിന്നത്തെ നടത്തം. അപ്പോൾ ഇവരെയൊന്നും പരിചയപ്പെടുത്തിയില്ലല്ലോ. ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടേക്കുന്നത് ബൈനു, ബ്ലൂ ഇട്ടേക്കുന്നത് അമിത, മറ്റേത് അലീന. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനാണ് കയറിയെങ്കിലും ഞങ്ങളുടെ തീരുമാനം ചെറുതായിട്ടൊന്ന് മാറി. കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ഞങ്ങളെ അപ്പോഴത്തേനും ഓഫീസിൽ നിന്ന് വീഡിയോ കോൾ ചെയ്തു. അവർ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോൾ അത് കാണിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് വീഡിയോ കോൾ ചെയ്തത്. നമ്മൾ ആദ്യം പൊറോട്ട എന്നൊക്കെ വിചാരിച്ചെങ്കിലും പിന്നെ നമ്മൾ ബർഗറിലും പിന്നെ എന്തോ വെജ് സാൻഡ്വിച്ച് പോലത്തെ അതിലും ഒതുക്കി. പക്ഷെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടാട്ടോ സാധനങ്ങൾ കിട്ടിയത്. ഒത്തിരി നല്ലതെന്നും പറയാൻ പറ്റത്തില്ല, കുഴപ്പമില്ലായിരുന്നു, അങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ ലൈം ജ്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടോ, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ലൈം ജ്യൂസ് അപ്പോഴും. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് ലൈം ജ്യൂസ് കിട്ടിയത്. അപ്പോൾ ലൈം ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോഴത്തേനും ഒരു 5 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ബൈനുവിന് എന്തോ ഒരു സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ബൈനു അത് വാങ്ങി. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മുത്തിനെയും കൊണ്ടൊരു ഷോപ്പിങ്ങിന് ഇറങ്ങി. അത് നമ്മൾ കളമശ്ശേരി തന്നെയാണ് പോയത്. അപ്പോൾ അവിടെ ഇതേപോലെ തന്നെ കുഞ്ഞ് ക്രിസ്മസ് ട്രീയിലിടുന്ന ഓർണമെൻറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കണ്ടോ, നല്ല നല്ല കുട്ടി കുറേ നല്ല രസമുള്ള സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് മുത്തിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഡിസംബർ ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ തന്നെ വൈകുന്നേരങ്ങളിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു ക്രിസ്മസ് ഫീലല്ലേ ശരിക്കും. കടകളിലൊക്കെ ആണെങ്കിൽ ലൈറ്റ്സൊക്കെ ഇട്ട് അലങ്കരിച്ച് ഭയങ്കര രസമല്ലേ. അതൊരു ഫീൽ, ഒരു അടിപൊളിയാണ്. നാട്ടിൻപുറങ്ങളിലൊക്കെ അത്രയ്ക്കുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.